ഹായ്, ഹലോ, നമസ്കാരം. ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് സുപ്രഭാതം നേരുന്നു. മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. അപ്പോൾ നിങ്ങളെ ദ ലീഡർ എന്ന പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നു. ശരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഈ നമ്മുടെ നാട് മുഴുവനും. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ. മാത്രമല്ല, ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടമാണ്. യശശരീരനായ നമ്മുടെ പ്രിയ നേതാവ് GS കാർത്തികേയൻ, അദ്ദേഹത്തിൻ്റെ വസതിയാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ആരെ കാണാനാണ് വന്നതെന്ന്. ശരി, അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ യുവ നേതാവ് ശബരിനാഥ്, അദ്ദേഹത്തെ കാണാനാണ് നമ്മൾ വന്നത്. അദ്ദേഹത്തെ കാണാൻ പോവാം. ഇപ്പോൾ പ്രേക്ഷകരെ നമ്മൾ തേടിക്കൊണ്ടിരുന്ന, ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് തിരക്കിലുള്ള ഒരു നേതാവാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട യശശരീരനായ G കാർത്തികേയൻ സാറിൻ്റെ പ്രിയപുത്രൻ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ്. തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണെന്നറിയാം. എനിവേ, ഈ സുപ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം വിജയാശംസകളും. താങ്ക് യു. ജയ്ഹിന്ദിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്നിലൂടെ നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങളും തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങളൊക്കെ അറിയാനൊരു അവസരം തന്നതിനുള്ള നന്ദി ആദ്യമേ ജയ്ഹിന്ദിനെ അറിയിക്കുകയാണ്. എനിവേ, മോർണിംഗ് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഫുൾ കാർത്തികേയൻ സാറിൻ്റെ ഒരു പ്രസൻസാണ് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് ഷെയർ ചെയ്യാമോ? അതെ, അച്ഛൻ്റെ ഓഫീസ് മുറിയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഇച്ചിരി പഴയതാണെങ്കിലും പഴയ ടേബിളും അലമാരിയും ഒക്കെ അത് ഓരോ സമയത്ത് ഇങ്ങനെ ഒന്ന് റെനോവേറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, ഇച്ചിരി പോട്ടെ. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഒരു സമയമായിരിക്കുകയാണ്. അത് പതുക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം. പക്ഷേ അച്ഛൻ്റെ പഴയ ഫോട്ടോകൾ, അച്ഛൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ പുസ്തകങ്ങൾ, അച്ഛൻ്റെ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. പഴയ ഡയറികൾ, ഒരു 10-20 ദിവസം ഡയറി എല്ലാവരും ഇപ്പോൾ ഉണ്ട്. എനിക്ക് പ്രോഗ്രാമിന് ഡയറി കിടക്കാം. അപ്പോൾ ഇവിടെ എല്ലാം അച്ഛൻ്റെ ഒരു വലിയ പ്രസൻസ് ഇപ്പോഴും 10 വർഷം കഴിഞ്ഞെങ്കിലും ആ ഒരു പ്രസൻസ് ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും. എന്തായാലും ഒരു 10 വർഷം ആകുന്നേ ഉള്ളൂ പൊതുപ്രവർത്തന രംഗത്തേക്ക് ശബരിനാഥ് ഇറങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് അച്ഛൻ വളരെ തിരക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നല്ലോ. അപ്പോൾ അച്ഛനിൽ നിന്ന് നോക്കി പഠിച്ച ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അല്ല, അച്ഛൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പേഴ്സണൽ ഫ്രണ്ടിൽ സാധാരണ രാഷ്ട്രീയക്കാർ തിരക്കൊക്കെ കൊണ്ടുമ്പോഴും അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു ടൈം മാനേജ്മെൻറ്റാണ്. അപ്പോൾ എത്ര സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കുടുംബത്തിന് സമയം കണ്ടെത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മറ്റു പല ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള പേരൻസ് പോലും സമയമില്ല എന്ന് പറയുമ്പോഴും അച്ഛൻ ഫുൾ ടൈം വർക്ക് ചെയ്താലും എല്ലാ ന്യൂ റിലീസിനും കാണാൻ പോകുമായിരുന്നു. ഓണത്തിന് നമ്മൾ മൂവാമ്പിയെ പോകുമായിരുന്നു, ട്രിപ്പ് പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് നടത്തുമായിരുന്നു. ഒരു നല്ല രാഷ്ട്രീയക്കാരനോടൊപ്പം ഒരു നല്ല കുടുംബനാഥനാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയായിരുന്നു. പലപ്പോഴും നമ്മൾ പല രാഷ്ട്രീയക്കാരെ ചുറ്റും കാണുമ്പോൾ നല്ല രാഷ്ട്രീയക്കാരായിരിക്കും, പക്ഷേ കുടുംബനാഥന്മാർ അത്ര നല്ലതായിരിക്കും. അച്ഛൻ്റെ കാര്യത്തിൽ ഒരു 100% നല്ല പൊളിറ്റീഷ്യനും 100% ഒരു ഫാദറും ഒരു ഫാമിലി മാനുമായിരുന്നു. ഏതെങ്കിലും ഒരു മൊമെന്റ് അച്ഛനും മകനുമായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ്, നമ്മൾ ഈ എല്ലാ ഓണസമയത്തും നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ മലബാർ എക്സ്പ്രസ്സിന് മൂകാംബിക പോകും. അപ്പോൾ ആ ഒരു മൂകാംബിക ട്രിപ്പ് എപ്പോഴും മനസ്സിൽ ഏറ്റവും ചെറിഷ്ഡ് ആയിട്ടുള്ള മൊമെന്റാണ്. അപ്പോൾ ഞാനിപ്പോഴും മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് ആ ഓർമ്മകളൊക്കെ തന്നെയാണ്. അച്ഛനെ അറിഞ്ഞിരുന്നില്ലല്ലോ മകൻ ഈ ഫുൾ ടൈം ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകനാകും എന്നുള്ളതൊക്കെ അല്ലേ? അല്ല, അച്ഛൻ്റെ മനസ്സിൽ ഞാൻ ബോംബെ വർക്ക് ചെയ്യുമ്പോഴും ടാറ്റയെ വർക്ക് ചെയ്യുമ്പോഴും അന്ന് ഈ UPA സർക്കാരിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് BJP അധികാരത്തിലിരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ അച്ഛനോട്, ഞാൻ MBA കഴിഞ്ഞ് ടാറ്റയിൽ വലിയ പൊസിഷനാണെങ്കിലും എൻ്റെ മനസ്സിൽ പാർട്ടിക്ക് വേണ്ടി നേരിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തേക്കാൾ കൂടുതൽ ഈ പാർട്ടി ഒന്ന് കരകയറ്റണം, അതിനുള്ള സ്ട്രാറ്റജിയൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പറയുമായിരുന്നു. അച്ഛൻ എപ്പോഴും പറയും, ബാക്കി ആൾക്കാർ ഈ പാർട്ടിയുടെ മോശ സമയത്ത് പാർട്ടിയെ ഡെസേർട്ട് ചെയ്യുമ്പം ഇവർ ആ സമയത്ത് പാർട്ടിയെ സഹായിക്കണമെന്ന് പറയുന്നത് വലിയ കാര്യമാണെന്നുള്ളത്. അപ്പോൾ എവിടെയോ ഇത് അദൃശ്യമായിട്ടൊരു കണ്ണുകളൊക്കെ ഉണ്ട്. കാരണം അന്ന് അച്ഛനെ അവസാന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി കാണാൻ വന്നപ്പോഴും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാണ്, എൻ്റെ മകൻ ടാറ്റ സൺസി ടാറ്റയോടൊപ്പം വർക്ക് ചെയ്യുകയാണ്, ടാറ്റയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ ആളുകളുമായിട്ട് എനിക്ക് ടാറ്റ സൺസിൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടേക്കോ അത് കണക്ട് ചെയ്ത് വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അച്ഛൻ എന്ന് പറയുമ്പോൾ സഹൃദയനായ, വളരെ ഹൃദ്യമായ പുഞ്ചിരിയോടുകൂടി സമാധാനത്തിൽ അണികളോടും ജനങ്ങളോടും സംവേദിക്കുന്ന, അതുപോലെ ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ പ്രതിച്ഛായ തന്നെ ജനങ്ങൾ അംഗീകരിക്കും തരും അല്ലേ? അതൊരു എനിക്കും അച്ഛൻ എല്ലാവരുടെയും നല്ല ബന്ധമുള്ള പ്രതിപക്ഷ ബഹുമാനമുള്ള സ്പീക്കറായിരുന്നപ്പോഴൊക്കെ ആ ഒരു അന്ന് ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പം 2 സീറ്റിൻ്റെ വ്യത്യാസമുള്ളത്. ആ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള സമയത്ത് പോലും അച്ഛൻ സ്പീക്കറായതിനാണ് പല സമയത്തും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എനിക്കും അത്തരത്തിലുള്ള പൊളിറ്റിക്സാണ് ഇഷ്ടം. നമ്മൾ ഈ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കി ക്രിയേറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം പറയണം. പക്ഷെ രാഷ്ട്രീയം പറയുന്ന സ്റ്റൈല് എൻ്റെത് ഞാൻ വളരെ ക്ലിയറാണ്. ഞാൻ ഈ അനാവശ്യ ബഹളം ഉണ്ടാക്കി പേഴ്സണലായി കുറ്റപ്പെടുത്തി രാഷ്ട്രീയം പറയണം, പൊളിറ്റിക്സ് പറയണം, അഴിമതിയൊക്കെ പറയണം. പക്ഷേ വ്യക്തിഹത്യ നടത്തി കുടുംബത്തെ പറഞ്ഞുള്ള രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ തരത്തിലുള്ള പൊളിറ്റിക്സിൻ്റെ ഒരു കാലം കഴിഞ്ഞു വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിക്കും കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാരുടെ കാര്യം എടുത്ത് കുറച്ചും കൂടെ സൗമ്യമായിട്ട് അങ്ങനെ ജനങ്ങളെ, അതെ, കോൺഗ്രസിനെ ജനങ്ങൾ കാണുന്നൊരു മനസ്സിൽ ഒരു സൗമ്യതയുള്ള, ഞാനെന്ന ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ അണികൾ എന്ന് പറയുന്നത് വലിയ വീറോ വാശിയോ, ഇപ്പോൾ CPM BJP പോലെ കേഡർ പാർട്ടിയല്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കുടികൊണ്ടുവരുന്ന ആൾക്കാരല്ല, വീട്ടിൽ ഇരിക്കുന്ന ആളുകളാണ്, സമാധാനപ്രിയരാണ്, സാധാരണക്കാരാണ്, തൊഴിലാളികളാണ്, വീട്ടുകാരാണ്, സ്ത്രീകളാണ്. അപ്പോൾ അവരൊക്കെ കാണുന്ന ഒരു കോൺഗ്രസ് എന്ന് വെച്ചാൽ വളരെ സമാധാനത്തോടെ ഒരു മോഡറേറ്റ് ഫോഴ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും കോൺഗ്രസ് എന്നൊരു മോഡറേറ്റ് ഫോഴ്സ്, ആ മോഡറേറ്റ് വാല്യൂസിൽ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു കോൺഗ്രസിനാണ് ജനങ്ങൾക്ക് ഇഷ്ടം. എൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു എക്സ്ട്രീമിസ്റ്റ് അല്ല. ഞാൻ വളരെ മോഡറേറ്റായിട്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട്, എല്ലാവർക്കും അഭിപ്രായങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എത്ര ചിലപ്പോഴൊക്കെ നമ്മളും ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ വെച്ച് പ്രൊവോക്ഡ് ആവും. പക്ഷെ മാക്സിമം പ്രൊവോക്ഡ് ആവാതെ ഒരു മൈൽഡ് ഹെഡായിട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരറിയാലോ, ഈ സെഗ്മെൻറ്റിൻ്റെ പേര് ദി ലീഡർ എന്നുള്ളതാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ 1-2 ആളുകളുടെ നയിക്കുന്ന ഒരാളെന്നുള്ളതല്ല, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയൊരു സൊസൈറ്റിയെ നയിക്കുന്ന ഒരാളെന്നാണ്. അപ്പോൾ സ്വന്തമായിട്ട് നേതാവെന്ന് പറയുമ്പോൾ നോക്കിക്കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എനിക്കൊന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഒന്നൊരു കാഴ്ചപ്പാടുണ്ടാകണം, 2 നമ്മുടെ ടീമിൻ്റെ മുന്നിൽ നിൽക്കണം. കൂടുതലുള്ള ആളുകളെ ഡിസേർട്ട് ചെയ്ത് പോകല്ല, അവരെ അവരുടെ വഴിക്ക് വിടുന്നതല്ലാതെ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിലൊരു കൺവിക്ഷനുള്ള ആളുകളാണ് നമ്മൾ ലീഡേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ലീഡർഷിപ്പ് കേൾക്കാനാണെന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ചെയ്യുന്നതിൽ കൺവിക്ഷൻ ഉണ്ടാകും. അദ്ദേഹം മുന്നിൽ നിന്ന് പോരാടിയതാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഞാൻ ലീഡേഴ്സായിട്ട് കാണുന്നത്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വിഷനുള്ള ആളുകളെ ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാണുന്ന ഒരു യുവ നേതാവാണ് താങ്കൾ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, സ്വന്തമായിട്ട് നോക്കി കാണുമ്പോൾ. അല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിലും കാര്യങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണം. 2 ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ പല ആളുകളും ഇൻഡിവിജ്വലി മിടുക്കരാണ്, പക്ഷെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ, ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ടൊരു കൺവിക്ഷനും ഒരു വിഷനും അതോടൊപ്പം ഒരു ടീമിനെ കൂടെ കൊണ്ടു നടക്കാനുള്ളൊരു കഴിവുണ്ടാകണം. അതാണ് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, എസ്പെഷ്യലി ഇൻ പൊളിറ്റിക്സ്. ശബരിനാഥ് സ്വയം കാണുന്ന ക്വാളിറ്റീസ്, ശബരിനാഥ് എന്ന വ്യക്തി, എനിക്ക് തോന്നുന്നു, എനിക്ക് ഐ തിങ്ക് ഒരു കാഴ്ചപ്പാടെന്നുള്ളത് അത്യാവശ്യം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ ഒരു മാസ് ലീഡറല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായങ്ങളിലൂടെ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകളിലൂടെ ജനങ്ങളെ കൂടെ കൊണ്ടുവരാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ചാനലിൽ പോയി പൂർവ്വമുഖം തുറക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആവേശം കൊള്ളിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന് മത്സരിക്കാൻ തീരുമാനം എടുത്തപ്പോൾ അത് ഒത്തിരി ആളുകൾക്ക് ആവേശമായിട്ടുണ്ട്. അതൊരു പക്ഷേ ഭാവി തലമുറയ്ക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ തരത്തിലുള്ള കാര്യങ്ങൾ അത് ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ പാർട്ടി നേരിടുന്നുണ്ട്. യുവ നേതാക്കളിൽ തന്നെയാണ് ജനങ്ങൾ ഭൂരിപക്ഷം പേരും വിശ്വാസം അർപ്പിക്കുന്നത്. ഈ സമയത്തെക്കുറിച്ച്, നമ്മുടെ പുതിയ നേതാക്കന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, എനിക്കൊരു ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ടാലൻറ്റ് പൂളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്, UDF-നാണ്. നമ്മുടെ മുതിർന്ന നേതാക്കൾ, എന്നെ പോലത്തെ 2ാം നിരയോ 3ാം നിരയോ നേതാക്കൾ, അതിന് ശേഷമുള്ളൊരു തലമുറ, അതിൽ മിടുക്കർ ഉള്ളത് കോൺഗ്രസിനാണ്. അതിന് കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു ഐഡിയോളജിക്കൽ ബാഗേജ് ഇല്ലാതെ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കോൺഗ്രസ് ലീഡേഴ്സിനുമാണ്.
പല ഇടതുപക്ഷത്തിലെ എൻ്റെ യുവ സഹപ്രവർത്തകർ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നോർമലായിട്ട് നമ്മളെപ്പോലെ സംസാരിക്കുന്നത്. പക്ഷെ ഒരു ചാനലിൽ വരുമ്പോൾ പാർട്ടി കാര്യം പറയുമ്പോൾ അവരുടനെ ഒരു കപടമായിട്ടുള്ളൊരു വ്യാകരണവും കപടമായിട്ടുള്ളൊരു മുഖഭാവവും കപടമായിട്ടുള്ള ആരും ഉപയോഗിക്കാത്ത വാക്കുകളും അതൊരു ഫസാഡാണ്, അതൊരു തട്ടിപ്പാണ്. ജനങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർ കൂടുതൽ നേരിട്ട് ഡയറക്റ്റ് ഹൃദയത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ നിസ്സംശയം പറയാം ലീഡേഴ്സ് ഉള്ളത് കേരളത്തിൽ നാഷണൽ കോൺഗ്രസിലാണ്. പക്ഷേ യുവജനങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇപ്പോൾ ആളുകളിലൊരു അഭിപ്രായം ഉണ്ടാക്കുന്നതിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു പങ്കുണ്ട്. പക്ഷെ ആ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നമ്മളെ ഗ്രൗണ്ടിലുള്ള വർക്കും പ്രധാനമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കൊരു ആളുകളിൽ അഭിപ്രായം ഉണ്ടാക്കാം. പക്ഷെ താഴെത്തട്ടിൽ ജനങ്ങൾ നേരിട്ട് എന്ന് കണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കൾ, യുവ നേതാക്കൾ, ഞാനടക്കമുള്ള ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ്, നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അഭിനയിക്കുമ്പോഴും നമ്മുടെ കാൽപാദങ്ങൾ ഭൂമിയിലായിരിക്കണം. നമ്മൾ ഗ്രൗണ്ടായി കണക്റ്റഡ് ആയിരിക്കണം. ഗ്രൗണ്ടായി കണക്റ്റഡ് അല്ലാത്ത നേതാക്കളൊന്നും ലോങ് ടേം മുന്നോട്ട് പോവില്ല. എത്ര സോഷ്യൽ മീഡിയ കിടന്ന് കളിച്ചാലും ഒരു ഗ്രൗണ്ട് ബന്ധം സ്വന്തം നാട്ടിലുള്ള, ഇപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ അയലോക്കത്തുള്ള ആളോ ഈ ജംഗ്ഷനിലെ ആൾക്കാർ എന്നെ കുറ്റം പറയത്തില്ല. കാരണം എന്നെ കാണുന്നത് അവിടെ ഒരു അത്യാവശ്യം മരണം വന്നാൽ, കല്യാണം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അവിടെ കാണും. അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച് നിൽക്കുന്നത് അടുത്തുള്ള ആളുടെ കാര്യം കേട്ടില്ലെങ്കിൽ അത് വെളിയിൽ വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര സോഷ്യൽ മീഡിയ അഭിരമിച്ചാലും എത്ര ഇതാണെങ്കിലും നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഗ്രൗണ്ടിലെ വിഷയങ്ങളിൽ ഇടപെടണം. നമ്മൾ ഗ്രൗണ്ടിൽ ഒരു മാർക്ക് ഉണ്ടാക്കണം. ശരിക്കും നമ്മൾ കുറച്ച് നേരമാണ് ശ്രീ ശബരിനാഥുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികളോടുള്ള, പാർട്ടിയോടുള്ള, സർവോപരി ജനങ്ങളോടുള്ള ഒരു മനോഭാവം നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും തെരഞ്ഞെടുപ്പ് ഓട്ടത്തിലേക്കാണ് പോകുന്നത്. വിജയ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. നമ്മുടെ ബാക്കിയുള്ള ജനങ്ങളെ, അണികളെ ആഹ്വാനം ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട്. തിരുവനന്തപുരത്ത് വളരെ നല്ല ഒരു പാനലായിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലെ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നല്ലൊരു പാനൽ UDFൻ്റെ മികച്ച സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പരിച്ഛേദം, ആശാ വർക്കർമാർ മുതൽ 3 ആശാ വർക്കർമാർ മുതൽ ടെക്കികൾ വരെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള കൗൺസിലേഴ്സ് അടക്കമുള്ള ആളുകൾ നമ്മുടെ പാനലിലുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച പാനലുമായി നമ്മൾ മുന്നോട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അസ്വാരസ്യങ്ങളില്ല. എന്തായാലും ഇത്തവണ ഈ നീണ്ട കാലത്തെ ഈ കോർപ്പറേഷൻ ദുർഭരണം മാറ്റിക്കൊണ്ട് UDFൻ്റെ ഒരു ഭരണസമിതി വരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും UDFന് വോട്ട് ചെയ്യണം. സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൂടെ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണമെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി. അപ്പോൾ ഞങ്ങൾ അമ്മയൊന്ന് കാണും. ഓക്കെ, ഷുവർ. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ശരി. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ മറ്റൊരു ഗസ്റ്റാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചർ ജി കാർത്തികേയൻ, നമ്മുടെ പ്രിയ നേതാവിൻ്റെ സഹധർമ്മിണി, അതുപോലെ യുവ നേതാവ്, നമ്മളേറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നേതാവ് ശബരിനാഥിൻ്റെ അമ്മ. രണ്ട് വലിയ എന്താ പറയുക, ഒരു സ്ഥാനത്താണ് ടീച്ചർ ഇരിക്കുന്നത്. അത് അങ്ങനെ പറയാം. നമ്മുടെ ജീവിതവും നമ്മുടെ വളർച്ചയും നമ്മുടെ നിലനിൽപ്പും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പാർട്ടിയിലാണ്. അപ്പോൾ ആ പാർട്ടിയിലെ ചെറിയ ആൾക്കാരായിട്ട് നമ്മളെ കണ്ടാൽ മതി. എങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു നേതാവിൻ്റെ സഹധർമ്മിണിയാണ്. അപ്പം അതെന്ന് പറയുന്നത് ശരിക്കും ആ അദ്ദേഹത്തിന് കൊടുത്ത അതേ ആദരവ് തന്നെയാണ് ടീച്ചറിന് ഞങ്ങൾ തരുന്നത്. അപ്പോൾ രണ്ട് നേതാക്കന്മാരെ പരിപാലിക്കുന്ന, അവരുടെ കൂടെ ഇരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് രണ്ടുപേരെയും കുറിച്ച് കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നു. കോമൺ ആയിട്ട് കാർത്തിക് സാറ് ഏത് പദവിയിലിരിക്കുമ്പോഴും ഒരു ഗ്രാസ് റൂട്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. ശബരിയിലും ആ പ്രത്യേകതയുണ്ട്. ശബരിയിലും ആ പ്രത്യേകത നമ്മൾ അതിനകത്തുണ്ട്. ഒരു ജീനിൻ്റെ ആ പ്രത്യേകതയുണ്ടല്ലോ. എവിടെ ഇരിക്കുമ്പോഴും, MLA ആയിട്ടിരിക്കുമ്പോഴും MLA അല്ലാതിരിക്കുമ്പോഴും
ഒക്കെ അവന് ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന സമയത്തും ഒരു ആവശ്യമായിട്ട് ഒരാൾ വന്നാൽ ഏത് നിലയിൽ നിന്നും താഴോട്ടിറങ്ങി അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരെണ്ണം അവനത് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു കിട്ടിയതെന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം. വീട്ടിൽ രണ്ടുപേരും എങ്ങനെയാണ്? വീട്ടിൽ ഈ തലമുറയുടെ വ്യത്യാസമുണ്ടല്ലോ. എനിക്ക് തോന്നി നിങ്ങളൊക്കെ കളിയാക്കുന്ന പഴയ തന്ത വൈബിൻ്റെ ആൾക്കാരാണല്ലോ ഞാനും കാർത്തിക സാറും ഒക്കെ. ശബരിയൊന്നും അങ്ങനല്ല, കുറച്ചും കൂടെ യുവതലമുറയുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ട് ഇപ്പോഴത്തെ യുവതലമുറയുടെ ചില താല്പര്യങ്ങളൊക്കെ അവന് വരും. പക്ഷെ അതൊന്നും പിന്നെ അവൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അവൻ ആ തന്ത വൈബിൻ്റെ ആളോ ഒരു മറ്റേ നമ്മളെ പുതിയ കാലത്തിലെ പുതിയ തലമുറയുടെ ആവശ്യങ്ങളും പുതിയ തലമുറയുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും ഒക്കെ കുറച്ചും കൂടെ അബ്സോർവ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്ത വൈബിൻ്റെ ആളും രണ്ടിനും കൂടെ ഒരു മിക്സ് ആണ്. ശരിക്കും അതാണല്ലോ വേണ്ടത്. പുതിയ തലമുറയെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ, കാരണം ലോകം അവർക്ക് വേണ്ടിയുള്ള, ഇന്ത്യ അവർക്ക് വേണ്ടിയുള്ളതല്ലേ. അപ്പോൾ ആ രണ്ട് കാഴ്ചപ്പാടും വേണം. ഇവിടെ എൻ്റെ പ്രായക്കാരുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുകയും വേണം. ഒപ്പം പുതിയ തലമുറയുടെ നീഡ്സ് ഉണ്ടല്ലോ, ആ നീഡ്സ് അവരെന്താ ഇഷ്ടപ്പെടുന്നത്, അവരുടെ കാഴ്ചപ്പാടെന്താ, അതിലേക്ക് ഇറങ്ങി ചെല്ലുകയും വേണം. അത് എന്തായാലും ടീച്ചറുടെ സംസാരിക്കുമ്പോൾ ടീച്ചറിന് വളരെയധികം സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു ആളാണെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് ഇത്രത്തോളം അവബോധമുള്ള ഒരു ലേഡി എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെയൊക്കെ അഭിമുഖീകരിക്കാൻ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഞാനതിന് തയ്യാറാവാത്തത്, സത്യം പറഞ്ഞാൽ അതിനകത്തൊരു തയ്യാറാവാത്തതിലൊരു കുറ്റബോധം എനിക്കുണ്ട്. കാരണം എൻ്റെ പാർട്ടി, കാർത്തിക സാർ എപ്പോഴും പറയും, എനിക്ക് നിങ്ങളെക്കാളും ഈ വീടിനേക്കാളും വലുത് എൻ്റെ പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ ആളുടെ വിയോഗത്തിന് ശേഷം പാർട്ടി എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാനത് സമ്മതിക്കേണ്ടതാണ്. അത് ഞാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം കുറച്ച് വൈകാരികമാണ്. കാർത്തിക സാറ് എത്രയോ 5 തെരഞ്ഞെടുപ്പുകളിൽ ആരുടെയൊക്കെ മുന്നിലൂടെയാണോ നടന്നത്, എങ്ങനെയൊക്കെയാണോ ആ മണ്ഡലത്തെ പരിപാലിച്ചത്, അവിടേക്ക് ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ കാരണം കാർത്തിക സാറിന് ചിരപരിചയമുള്ള വീട്ടിലെ അംഗങ്ങളെ പോലുള്ളവരാണ് ആ മണ്ഡലത്തിലെ ആൾക്കാർ. അവരുടെ മുന്നിലോട്ട് എനിക്കും കൂടെ അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ എനിക്കും താങ്ങാൻ പറ്റത്തില്ല. അതുപോലെ കാർത്തിക സാറിനെ സ്നേഹിച്ച അവിടുത്തെ വോട്ടർമാർക്കും താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് പറഞ്ഞത്. അതിനകത്ത് പക്ഷേ ടീച്ചറെ, ഇനിയും സമയമുണ്ട്. നല്ലൊരു നേതാവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.